നമ്മുടെ പറമ്പിന്റെ ഒരു എൻഡാണത്. ഒരു എൻഡൊന്നല്ല, ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ ഭാഗം, അതായത് നമ്മുടെ എൻ്റെ വെടിയൊന്നല്ല, ഈസ്റ്റ് സൈഡായിട്ട് വരും പറമ്പിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ തന്നെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ വീണ്ടെടുക്കുന്നത് കാണാം. ട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് ട്രീസ് ഉണ്ട്, എല്ലാം പൈൻ ട്രീസ് ഉണ്ട്. പിന്നെ കുറേ ഡെഡ് ട്രീസ് ഓൾറെഡി വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്യണം അല്ലേ? ഇതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പാറകളായിട്ട് നമുക്ക് പാറപ്പുറത്ത് കയറി നിൽക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെ അറ്റത്ത്. നമുക്ക് എങ്ങനെയാണ് അവിടേക്ക് കിടക്കാൻ പറ്റുക? I think we can walk through this. ഈ മരങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ കുറച്ച് മരങ്ങളെയൊക്കെ ഞങ്ങൾ തന്നെ വെട്ടി താത്തി ഇട്ടതാണ് ഇപ്പോൾ ഇതെല്ലാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മഴ പെയ്ത കാരണം നമുക്ക് പിന്നീട് അങ്ങോട്ട് കടക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നമുക്ക് പാറയുടെ സൈഡിലേക്ക് ആദ്യം പോവാം. പാറേൻ്റെ ചുവട്ടിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ തന്നെയാണ്. അതെ, ഈ പാറയുടെ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മുടെ തന്നെയാണ്. ഇവിടെ ഫോൾ സീസണാണ്. ഫോൾ സീസൺ ആയത് കാരണം നിങ്ങൾക്ക് കാണാം നിലങ്ങളിൽ മൊത്തം മേപ്പിൾ ലീവ്സാണ്. ഏറ്റവും കൂടുതൽ ഈ മേപ്പിൾ ലീഫിൻ്റെ കണ്ടില്ലേ, ഫോളിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് മേപ്പിൾ ലീവ്സ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു ഡിഫറെൻറ്റ് കളറ്, പിന്നെ അതിൻ്റെ കളർ ചേഞ്ച്, പിന്നീട് അത് പഴയ ഒറിജിനൽ. അയ്യോ, ഈ മരത്തിൻ്റെ തന്നെ ഇത് നോക്ക്, ബ്രാഞ്ച് നോക്ക് ഉണങ്ങി നിൽക്കുന്നത്. അത് വെട്ടി മാറ്റേണ്ടി വരും കേട്ടോ. അതെ, കുറേ നമുക്ക് പണിയുണ്ട് ഇതിൽ. ഇപ്പോൾ ഈ പാറകൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ, നമുക്ക് പാറപ്പുറത്ത് കയറിയിട്ടുള്ള ഗുസ്തി. ഹൈറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കാണുന്നതും നമ്മുടെ സ്ഥലങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ കൂടുതൽ കാണുന്നത് പൈൻ ട്രീസ് ആണ്. നമുക്ക് പൈൻ കോൺസ് ഒക്കെ അല്ലേ, ഒരുപാട് പൈൻ കോൺസ് കിട്ടും. ഇപ്പോൾ താഴത്തുനിന്ന് നമുക്ക് നമ്മുടെ ടോം ക്രൂയിസ് മിഷൻ ഇമ്പോസിബിൾ ചെയ്യുന്നമാതിരി സെറ്റപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന പാറകൾ തന്നെയാണ്. ഒന്ന് താഴെ പോയി നോക്കണം, ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. താഴത്തേക്ക് ഇപ്പം ഇറങ്ങണ്ട. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ പറ്റിയിട്ട് പ്രൊജക്റ്റ് നമ്മൾ ഇപ്പോൾ ഈ ഏരിയ ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് എന്നാണ്. ഇത്തിരി ഹൈറ്റുള്ള സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തും കണ്ടല്ലേ താഴ്ന്നൊരു പ്രദേശമാണ് അവിടെയും അതും നമ്മുടെ ഏരിയ തന്നെയായിട്ട് തന്നെ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് ഈ ഏരിയയിൽ ഈ വലിയ മരങ്ങൾ നിർത്തിയിട്ട് ബാക്കിയുള്ള മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു നല്ലൊരു സ്പേസ് കിട്ടും, ഒരു വെജിറ്റബിൾ ഗാർഡൻ വയ്ക്കാനായിട്ട്. ഓൾറെഡി കുറേ എന്താ പറയുക മരങ്ങളൊക്കെ ഉണങ്ങി വീണ് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ നമുക്ക് നല്ല സ്പേസ് കിട്ടും അല്ലേ? അതെ, ഈ മരങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. അത് ആക്ച്വലി നല്ല വെളിച്ചമുണ്ട് ഇതുണ്ട്. പിന്നെ ഈ മേപ്പിൾ ട്രീസ് നമുക്ക് വെട്ടാൻ താല്പര്യമില്ല. ബാക്കിയുള്ളത് ആണ് നമുക്ക് വെട്ടാൻ നോട്ടുള്ളത്. അത് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പോട്ട് നമുക്ക് അത് രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രീസും നല്ല ട്രീസാ, ഒന്നും വീഡ്സ് ആയിട്ടില്ല. ഇല്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് മേപ്പിൾ ട്രീ പ്ലാന്റ്സ് ഇങ്ങനെ ഉണ്ട്. ഈ പറമ്പിൽ മൊത്തം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഈ മരങ്ങളൊക്കെ നമുക്ക് വെട്ടി എടുക്കാനുള്ളതാണ്. ഇതൊക്കെ അത് വെട്ടാനുള്ള അതല്ല, വീണ്ടെടുക്കുന്നത് ഈ 3 എണ്ണം മുമ്പിൽ. ശരിയാ, അത് ശരിക്കും വെട്ടി മാറ്റാനുള്ള തന്നെയാണ്. കുറെ ഡെഡ് ട്രീസ് ഉണ്ട്. അത് നമുക്ക് വെട്ടി കളയാനുള്ളതുണ്ട്. വെട്ടിയൊക്കെ ട്രക്കിലിട്ടിട്ട് കൊണ്ടുപോയി കളയണം, അല്ലെങ്കിൽ കത്തിക്കണം. അതെ, പിന്നെ കുറെ നല്ല മരമാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ ട്രീ നോക്കിയാ തുമ്പത്ത് അത് ചിലപ്പോ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഇത് ഇവിടെ വീണ് എടുക്കുന്ന ട്രീസ് ഒക്കെ കുറെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ കുറെ ഈ കിടക്കുന്നതൊക്കെ ഞങ്ങള് തള്ളിമറിച്ചിട്ടാണ് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഴയും പെയ്തല്ലോ, പിന്നെ അതില് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് നോക്കി, ഈ ട്രീന്റെ ഇവിടെ കണ്ട ഇതിങ്ങനെ എന്തോ മാനെന്തോ വന്നിട്ട് മാനാണോ ബീറാണോ കരടിയാണോ? ബീറും കരടിയൊക്കെ ഒന്ന് തന്നെയാണ് എന്നാലും. ഓ, താങ്കൾ കുടിക്കുന്ന ബീറ് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ അവര് മേല് ഉരയ്ക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇവിടെ കുറെ നമുക്ക് എന്താ പറയാ, മാന് മുയല് കരടി ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. കൊറേ പണിയുണ്ട് ഗാർഡൻ ഉണ്ടാക്കുമ്പോ.
അതെ, ഇവിടെ ഇതൊക്കെ ഒന്ന് വെടിപ്പാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർഡനിങ്ങിൽ നല്ല സ്പേസ് കിട്ടും. ഇതല്ലാഞ്ഞിട്ട് സ്പേസ് ഉണ്ട് കേട്ടോ, പക്ഷെ ഇത് നമ്മൾ കുറച്ചും കൂടി നല്ലൊരു കണ്ടുവച്ചൊരു സ്ഥലമാണ് ഗാർഡനിങ്ങിന്. അപ്പോൾ ഇതിൽ പോവാണെന്നുണ്ടെങ്കിൽ ഇതിൽ പോകണോ പുറത്ത് പോകണോ? ഇതിൽ പോവാം. നമ്മളെ പപ്പീസിന് ഇഷ്ടമുള്ള സ്ഥലമാണ്. അതെ. ഓ, ഇതിപ്പോ ഈ റീസെന്റ് വീണതാണല്ലോ, നോക്ക്, കണ്ടാ, ഫ്രഷ് ആയിട്ട്. ഇത് ഫ്രഷ് ആയിട്ട് വീണിട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ മാനൊക്കെ വന്നിട്ടേ തട്ടിമറിച്ച് ഇട്ടായിരിക്കും വേണമെങ്കിൽ. ഇത് നമ്മൾ റീസെന്റ് ക്ലീൻ ചെയ്താണ്. അതിൻ്റെ ഉള്ളിൽ ചിപ്മങ്ക് കിടന്ന് ഓടി കിടക്കുന്നുണ്ട്, കണ്ട? ചിപ്മങ്സ് കാണാൻ അവനടി പോയി. കൊറേ ഇത് കണ്ടില്ലേ? ഇത് പൈൻ തന്നെയാണ്. ഇത് പൈനാണ്. ഈ പൈനാണ് ഇങ്ങനെ കേറാം പാകത്തില്. എത്ര ട്രീസാലേ വീണെടുക്കുന്നത്? ലോഡ് ഡെഡ് ട്രീസ് കിടക്കുന്നുണ്ട്. എല്ലാം ക്ലിയർ ചെയ്യണം. ഇത് നോക്കിയേ, ഇവിടെ നോക്കിയേ, എന്തോരം ട്രീസാ. ഇതൊക്കെ വീണെടുക്കണം തന്നെയാണ്. ഇനി ഇവിടെ നിങ്ങൾ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ വരുന്നത് മേപ്പിൾ ട്രീസിൻ്റെ ഒരു ഗുസ്തിയാണ് അവിടെ. ഈ ഷുഗർ മേപ്പിൾ, നമ്മുടെ നാട്ടിൽ റബ്ബർ ആക്കല്ലേ, അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഷുഗർ മേപ്പിൾ. അതെന്നാണ് മേപ്പിൾ സിറപ്പ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ സാധനമാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇഷ്ടം പോലെയാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഈ മേപ്പിൾ പ്ലാന്റ്സ് എടുത്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് മണ്ണിട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാം, നല്ല പൈസ കിട്ടും. മേപ്പിൾ അല്ലാണ്ട് പിന്നെ എന്തായിരുന്നു ഈ ട്രീന്റെ പേരെന്തായിരുന്നു? വേറെ എന്തൊക്കെയാ? മേപ്പിൾ ഉണ്ട്, ഓക്ക് ഉണ്ട്, ഓക്ക് ട്രീസ് ഉണ്ട്, പിന്നെ പൈൻ ഉണ്ട്, ആഷ് ട്രീസ് ഉണ്ട്, വൈറ്റ് ആഷ് ഉണ്ട്. ഇതൊക്കെ മേപ്പിൾ തന്നെയാണ്. ചില ട്രീസ് നല്ല മെച്ചുവേർഡാണ്. ഇതൊക്കെ മേപ്പിൾ തന്നെയാണത്. ഈ മേപ്പിൾ തന്നെ, ഈ മേപ്പിൾ പച്ച കളർ ഇപ്പോഴും, അത് കുറച്ചുകൂടി കളർ മാറി അവിടുത്തെ മേപ്പിളിന്. ഇതൊക്കെ കുറച്ചുകൂടി ഈ പ്ലാന്റ്സ് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. ഷുഗർ മേപ്പിൾ ആണത്. ഫുള്ള് മേപ്പിൾ ട്രീസാ. ഇവിടെയും ഗാർഡനിങ്ങിന് പറ്റിയ സ്ഥലമുണ്ട്. ഇവിടെ ഓപ്പൺ സ്പേസ് ഉണ്ട്. ഈ വീണ് കിടക്കുന്ന മരങ്ങളൊക്കെ ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റേതിൻ്റെ അവിടെ നിന്ന് എക്സ്റ്റൻഷനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. അത് ഉണ്ടോ? നല്ല അടിപൊളി സെറ്റപ്പാണ്. നല്ല ഇപ്പം തന്നെ ഗ്രാസ് ഒക്കെ നല്ല ഗ്രൗണ്ടിൽ നിന്ന് ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അതെ അതെ, ഉണ്ട്, ഗ്രാസ് ഉണ്ട് ഇവിടെ. ഈ ലീവ്സ് ഒക്കെ ഒന്ന് അടിച്ചു കൂട്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിലേ ഫുള്ള് ഗ്രാസ് ഇതിൽ കൂടെ അങ്ങോട്ടേക്ക് ലോൺ മോവർ വെച്ചിട്ട് ഓടിച്ചാൽ മതി. നല്ല അടിപൊളി ATV വെച്ച് ഓടിക്കാൻ പറ്റിയ ട്രെയിലാണത്. ആക്ച്വലി നമുക്ക് സ്വന്തമായിട്ട് ട്രെയിൽ എന്ന് പറയാം ATV വെച്ച് ഓടിക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ട്രീസ് ഒക്കെ വീണെടുക്കുന്നതൊക്കെ നമുക്കൊന്ന് വെട്ടിയെടുത്ത് ചെയ്യാനുള്ള പണിയാണത്. എല്ലാം ക്ലീൻ ഇല കാണുമ്പോ, ഈ പൈൻ്റെ ഇല ഇങ്ങനെ കാണുമ്പോ നമുക്ക് നമ്മുടെ അവിടെ പുളിയില്ലേ, പുളിയുടെ ഒക്കെ ലീഫിന്റെ പോലെയൊക്കെ ഉണ്ട് ഏകദേശം. ശരിയാ. ഓ, കൊറേ ലീവ്സ് വീണെടുക്കണ്ടേ. ഇപ്പൊ ഈ ലീവ്സ് കംപ്ലീറ്റ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ ഭയങ്കര വെളിച്ചായിക്കോട്ടെ അതിനുള്ളില്. നല്ല വെളിച്ചായിരിക്കും. നല്ല വെളിച്ചം, വിന്ററിൽ നല്ല അടിപൊളിയായിരിക്കും. അടിപൊളിയായിരിക്കും. ആ ഒരു എന്താ പറയാ, വെറ്റ് സ്നോ ഉണ്ടാവുന്ന സമയം ഉണ്ടല്ലോ, അതിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ നോക്കിയേ, ട്രീ വീണെടുക്കുന്നത് നോക്ക്. ഇഷ്ടം പോലെ കത്തിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ലോഡുണ്ട്. ആക്ച്വലി ഫയർ പ്ലേസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അതെ, ഒരു ലോഡ് വീണെടുക്കുന്നുണ്ട്. മേപ്പിൾ ലീവ്സ് പ്ലാന്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണല്ലോ. ഈ മേപ്പിൾ ലീവ്സ് എന്ന് പറയുന്നത് മേപ്പിൾ ട്രീസിന്റെ ചെടികൾ ഇവിടെ ഇങ്ങനെ കുറെ ഉണ്ടല്ലോ ഗ്രൗണ്ടിൽ കൂടെ. എന്തൊരു കുട്ടി ചെടികളല്ലേ, എത്രയാ ഉണ്ടായിരിക്കുന്നത്. കൊറേ ഉണ്ട്. ഇത് എനിക്ക് അത് ബിർച്ചാണ്. ബിർച്ചും കൊറേ ഉണ്ട്. ഈ ട്രീ മറ്റേനോട് ഇങ്ങനെ കെട്ടി ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത്. അത് പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അത് ഒന്നിന്റെ ബ്രാഞ്ച് തന്നെയാണ്. ഞാൻ ഈ ഏരിയ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നല്ലോ. അത് ഇത് ഞാൻ തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല.
ഇത് ഓപ്പൺ തന്നെയാണ്. ഉം. ആക്ച്വലി ഈ ട്രീസ് ഒക്കെ ഒന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ATV ഇട്ട് പോകാൻ പറ്റിയ ട്രെയിലാണ് ആക്ച്വലി. ATV ഏത് കൂടെ വേണമെങ്കിലും പോവാം. ഏത് കൂടെ പോവാം. അല്ല ഞാൻ പറയാ ഈ മറ്റേ ട്രീ ഉണ്ടല്ലോ, ട്രീ ഇങ്ങനെ വീണെടുക്കണ്ടല്ലോ ബ്ലോക്ക് ചെയ്തിട്ട്, ഇതതുണ്ടാവില്ല. ഇവിടെ ഇലകൾ ഇങ്ങനെ വീണത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്നൊരു റെയിനി ഡേ ആയത് കാരണേ ഒരു ഡൾനെസ് ഉണ്ട് അന്തരീക്ഷത്തിൽ. ഈ വീണ് കിടക്കുന്ന ട്രീസ് ആദ്യം മാറ്റലാണ് പണി. വീണ് കിടക്കുന്ന ട്രീസ് തന്നെയാണ്. ഇതൊക്കെ കുറെ കാലമായിട്ട് വീണ് കിടക്കണമുണ്ട്. അത് ഓൾമോസ്റ്റ് ഇതായിണ്ട്, അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ നിലത്ത് കിടക്കുന്ന ഇലകൾ തന്നെ കണ്ടില്ലേ, ഇപ്പൊ അവിടെയൊക്കെ നമ്മളൊരു പച്ച ഇല കണ്ടു വെച്ചാൽ ഇവിടെ അയ്യോ അവിടെ നല്ലൊരു ഇതിട്ടാ മഷ്റൂം. വാ വാ വാ, ഞാൻ കാണിച്ചത്. ഞാൻ എത്ര ദൂരത്തുനിന്ന് എങ്ങനെ ആ മഷ്റൂം കണ്ടത്? അതാ നോക്ക്, ആ മരത്തിന്റെ ചോട്ടിലേക്ക്. ക്യൂട്ട്. നോക്കാം, അതൊന്ന് ക്യാപ്ചർ. അത് വലിയ മഷ്റൂം അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ഈ ഇതിന് ഗ്രൗണ്ടിനെ പറ്റിയ കളറില്. ആരൊക്കെ വന്ന് കടിച്ചു പോയ മാതിരിയുണ്ട്. നല്ല ക്ലോസപ്പ് ആയിട്ട് എടുത്തേ. ക്യാമറ ആംഗിൾ ഒന്ന് ശരിയാക്കിയതിനു ശേഷം ക്ലോസപ്പ് ആക്കാൻ വേണ്ടി. കഴിക്കാൻ പറ്റുമോ? ഓൾറെഡി ആരൊക്കെയോ വന്ന് കടിച്ചു തിന്നിട്ട് പോയിട്ടുണ്ട്. ആരൊക്കെയോ വന്ന് ടച്ച് ചെയ്തിട്ടത്. പെട്ടെന്ന് കാണൂല കേട്ടോ അത്. എങ്ങനെ എന്റെ കണ്ണിൽ പെട്ട്. എങ്ങനെ പോയി ഇതാ ഇവിടെ കണ്ടിട്ടാ, ഈ മരത്തിന്റെ ചോട്ടിലൊക്കെ ഉണ്ട് മഷ്റൂംസ്. ഇവിടൊക്കെ ഈ ബിർച്ച് ട്രീസ് കുറെ വീണെടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലോണം മെച്ചോടെ ഒരു 10-50 കൊല്ലം പഴക്കമുള്ളതായിരിക്കും. കൊറേ പണ്ടത്തെ ആൾക്കാര്, പണ്ട് ഇവിടെ ഉണ്ടായിരുന്നവര് ആരാണോ അവര് കൊറേ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. ചിലതൊക്കെ തന്നെത്താൻ വീഴുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെ തന്നെത്താൻ വീണതുകൊണ്ട് കണ്ടിട്ട് കട്ട് ചെയ്ത മാതിരിയൊന്നുമില്ല. ഒരെണ്ണത്തിന്റെ നോക്കിയാ അത് ബാർക്ക് നോക്ക്, അല്ല ഹെവി സാധനമുണ്ട്. ഇത് കണ്ടില്ലേ, അത്രേ ഉള്ളൂ, കഴിഞ്ഞ്. നമ്മളെ ഡാഗിനി അമ്മൂമ്മയുടെ വീട് പോലെ ഉണ്ട്. വീണ് പോയി. ഇതിന്റെയൊക്കെ ഗ്രീനിഷ് സംഭവം നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെയൊക്കെ ഈ അടിഭാഗം കട്ട് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. അയ്യോ നമ്മൾ ഒരെണ്ണം എടുത്ത് ഫ്ലവർ വേസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്. ഇത് കണ്ടല്ലേ ട്രീ, എന്താ സംഭവം, ഡബിൾ ആണ്. ഹെവി സാധനം, ഹെവി 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 ഹെവി. ഇത് ഈ ട്രീന്റെ മുകളിലൊന്നും ഇല്ലല്ലേ? ശരി. ഇവിടെയാണ് നമ്മുടെ ബോർഡർ കേട്ടോ. നമ്മുടെ നാട്ടില് നമുക്ക് ബോർഡർ വരുമ്പോ ഒരു കുറ്റി അടിച്ചിട്ട് ഇടില്ലേ, ഇവിടെ ഈ റിബണാണ്. ഈ റിബണാണ് നമ്മുടെ ബോർഡർ കാണിക്കണത്. ഇനി ഇതിന് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ റിബൺ കാണാം. ആ അറ്റത്ത് വേറെ റിബൺ, അങ്ങനെയാണ് അതിന് ബോർഡർ വരുന്നത്. നമ്മളെ പറമ്പിൽ തന്നെ എന്തോരം മരങ്ങളാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീസ് ആണ്. ഇത് ബിൾസ് ട്രീ. നല്ല രസമുണ്ടല്ലേ ഈ ഞാൻ ഇപ്പൊ നോക്കിട്ട് പറഞ്ഞു കേട്ടോ. ഇത് ബിൾസ് ആണോ? ഏത് ട്രീ ആണെന്നുള്ളതേ. ഇതൊന്ന് ലീവ്സ് ഒന്ന് എടുത്തേ. ഫോൾ കളേഴ്സ് അടിപൊളിയല്ലേ? അടിപൊളി. അതിന്റെ കളർ ചേഞ്ച്, ആ പച്ച വരുമ്പോ നോക്കിയേ. നൈസ്. ഇപ്പൊ നമ്മളിപ്പോ ഈ ട്രീ എന്ന് പറയണത് അതാ, ഇത് ഏത് ട്രീ ആണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് ഉണ്ട്, അത് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ബീച്ച്. അത് ബീച്ച് തന്നെയാണല്ലേ? അമേരിക്കൻ ബീച്ച് എഴുതിക്കുന്നത്. ഇവിടെ ആ ചാവാന്ന് പറഞ്ഞ സാധനം കണ്ടാ നോക്കി, മരത്തിലുണ്ടാവുന്ന സാധനം. അത് പോയ്സണസ് ആണ്. അത് പോയ്സണസ് ആണ്. പക്ഷെ ഈ ചാവാന്ന് എന്താന്ന് പറഞ്ഞിട്ടൊരു സാധനം, ചാവാൻ പോവുക. ചാവ
പോയ്സണസ്. ഇതിന്റെ കളർ ചേഞ്ച് നോക്കിയാ, ഓ ഇതൊരു ഒരു മൈ മരം ഗാഡ്. ഡബിൾ ആണ്, ആ പക്ഷെ അവിടേക്ക് നോക്കുമ്പോ അമ്മോ എന്താ. അത് ശരിക്കും കാണുമ്പോ ഇതിലും ഭംഗിയാണ് കേട്ടാ ആ, ശരിക്കും. എനിക്ക് നല്ല ഈ ഇത് നോക്കി താഴെ നമുക്കൊരു വീണെടുക്കുന്ന. ഡ്രോൺ വാങ്ങിയിട്ട് മുകളിൽ കൂടെ ഷോട്ട്. ഇവിടെ ക്ലിയർ ചെയ്യാൻ കിടക്കുന്ന മരങ്ങളുടെ ഇതെടുത്തോ, കയ്യാണ് കണ്ട. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും മരങ്ങളോട് വീണെടുക്കുക പറമ്പിൽ. നമുക്ക് വലിയൊരു പ്രൊജക്റ്റാണ് അത് സംഭവം, അത് ശരിയാക്കുക എന്ന് പറയുന്നത്. കടയാടി എന്ന് പറയില്ലേ, കടയോടെ. അത് എന്നിട്ട് വേണമെങ്കിൽ ബിഗിനിങ്ങിൽ ഇടാം. അപ്പം നമ്മുടെ ഇവിടെ തന്നെ കണ്ടില്ലേ ആ ഇതൊക്കെ എടുക്കുന്നത്, ഈ ഒരു ഗ്രീനിഷ് ലുക്കൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ് സംഭവം. നമ്മൾ വീണെടുക്കുന്ന ട്രീ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഹെവി സാധനം സൂപ്പർ ഉണ്ടല്ലേ. നമ്മളിതിൻ്റെ ഫർദർ ഇങ്ങോട്ട് മരം വന്നു തോന്നുന്നുണ്ട്. അടിപൊളി ഉണ്ടല്ലേ. നല്ല വ്യൂ ആണ് ഈ പറഞ്ഞ മാതിരി. നമുക്ക് പാറയുടെ മുകളിൽ നിന്ന് കാണുകയാണെങ്കിൽ തന്നെ ഹെവി വ്യൂ ആണ്. ഓക്കെ, ഇത് നമ്മുടെ പാർട്ട് 1 ആണ്. കാരണം നമുക്ക് ഇനിയും കാണാനായിട്ടൊരു ലോഡ് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ പാർട്ട് 1 നമുക്ക് ഈ ഒരു പാറയും ഈ ഒരു ചെടിയായിട്ട് എൻഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം.